എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇന്ന് പിന്നെയും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ആം, എന്താ പറയണ്ടേ, കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ഇന്നും ഒരു എന്താ പറയണ്ടേ ഒരു സംഭവം നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. ഇതെന്ന് പറയുമ്പം എന്നാ പറയണ്ടേ, ഒരപ്പാപ്പൻ ഒരു 10 80 85 ആ ഒരു അത്രയും പ്രായമുള്ള ഒരു അപ്പാപ്പനാട്ടോ. അപ്പോൾ പുള്ളി നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടൽ, പെട്ടെന്ന് ഭയങ്കരമായ ശ്വാസം മുട്ടൽ വന്ന് അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ പുള്ളി അഡ്മിറ്റായി. അപ്പം 10 84 വയസ്സ് പ്രായമുള്ള ഒരു അപ്പാപ്പനാണ്. വന്നപ്പം തന്നെ ഓക്സിജൻ്റെ അളവൊക്കെ ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ ബൈപ്പാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം പുള്ളിക്ക് വെച്ചു. കാരണം എന്നാ പറയണ്ടേ, ചെറിയ മാസ്കിൽ ഒന്നും പുള്ളിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലിയ ഒരു മാസ്ക് ബൈപ്പാപ്പ് ആ ഒരു സംഭവം വെച്ചു പുള്ളിക്ക്. അപ്പം അങ്ങനെ വെച്ച് പുള്ളിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി കേട്ടോ. പുള്ളി ഭയങ്കര റെസ്റ്റ്ലെസ്സായി. എന്നാ പറയണ്ടേ, പുള്ളിക്കത് ഒട്ടും പറ്റുന്നില്ല ആ സംഭവം വെക്കാൻ വേണ്ടിയിട്ട്, ബൈപ്പാപ്പ് വെക്കാൻ വേണ്ടിയിട്ട്. ബൈപ്പാപ്പ് എന്ന് പറയുന്ന സംഭവം ഒരു മനുഷ്യർക്കും സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം അത് അറിയാവുന്നവർക്ക്, മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അറിയായിരിക്കും. എന്നാ പറയണ്ടേ, ഇത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ വേണ്ടാത്ത കൊച്ചിനെ കുത്തിത്തിരിക്കുന്ന പോലെയാണ് ഈ ഒരു സംഭവം. നമുക്ക് വേണ്ടാത്തത്, നമുക്ക് താല്പര്യമില്ല ഇത്രയും ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും നമുക്ക് എന്നാ പറയണ്ടേ, നിർബന്ധപൂർവ്വം ഒരു പ്രഷറാണ്, അത്രയും വലിയ പ്രഷർ നമുക്ക് ഓക്സിജൻ ഇങ്ങനെ ആ മെഷീൻ കുത്തി കുത്തി തരുവാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ അത് അത്രയും അളവിൽ ഓക്സിജൻ ഇങ്ങനെ ഭയങ്കര പ്രഷറിൽ നമുക്ക് കിട്ടുമ്പോൾ എന്നാ പറയണ്ടേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഈ ഈ തണുപ്പ് സമയത്ത് നമ്മളിങ്ങനെ ഈ ടൂ വീലറിൽ പോകുമ്പോഴൊക്കെ നമുക്ക് കാറ്റടിക്കുമ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ പൊട്ടും. ഇതൊക്കെ വായൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. അങ്ങനെ പ്രഷർ നമുക്ക് നമ്മുടെ ഇതിനകത്തോട്ട് നമുക്കിങ്ങനെ തരുമ്പോഴത്തേന് നമ്മുടെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മുടെ ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ട് വാ ഡ്രൈ ആയി നമുക്ക് ദാഹിച്ച് പണ്ടാരടക്കും. കാരണം അതുപോലത്തെ അളവിലാണ് ഈ പ്രഷർ ഇങ്ങനെ നമുക്ക് കുത്തി കുത്തി തരുവാണ്. അപ്പോൾ ആർക്കായാലും അത് സഹിക്കാൻ പറ്റാവുന്ന ഒരു സംഭവമല്ല. അത്രയ്ക്കും ഇറിറ്റേഷനാണ് ഈ ബൈപ്പാപ്പ് എന്ന് പറയുന്ന സംഭവം. അതെല്ലാവർക്കും നമുക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ മിക്ക പേഷ്യൻറ്റും തന്നെ ഇത് വെക്കുമ്പോഴത്തേന് ഭയങ്കര റെസ്റ്റ്ലെസ്സാകും, ഭയങ്കര വയലൻ്റ് ആകും അവർ. കാരണം ഇത് ആർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത്രയ്ക്കും അത്രയ്ക്കും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ബൈപ്പാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ അപ്പാപ്പൻ ഇത് ഭയങ്കര വയലൻ്റായി കട്ടിലൊക്കെ ചവിട്ടി ഓടിക്കാനൊക്കെ നോക്കും. ഭയങ്കര വയലൻ്റ്. ക്യാനുലയൊക്കെ വലിച്ച് പറിച്ച് അങ്ങനെ ഭയങ്കര പ്രശ്നം കേട്ടോ. ഒരു തരത്തിൽ ഈ പുള്ളി ഇത് വലിച്ച് പൊട്ടിച്ച് ഒരു മാസ്ക് വീണ്ടും നമ്മൾ വേറെ പുതിയത് മാസ്ക് വെച്ചു, വന്നിട്ട് അതും പൊട്ടിക്കാൻ നോക്കുവാണ്. ഭയങ്കര പ്രശ്നം കേട്ടോ. അപ്പം നമ്മൾ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഈ അപ്പാപ്പൻ ഇങ്ങനെ നിൽക്കുന്നില്ല, ഇത് വെച്ചിട്ടില്ലെങ്കിൽ ഇത് മാറ്റുമ്പോഴത്തേനും പുള്ളീൻ്റെ ഓക്സിജൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്ന് ഭയങ്കര പുള്ളി ഇങ്ങനെ ഇങ്ങനെ ചക്രശ്വാസം വലിക്കുവാണ്. ശ്വാസം എടുക്കാൻ അത്രയ്ക്കും പറ്റുന്നില്ല പുള്ളിക്ക്. അപ്പം അങ്ങനെ ഒരു സംഭവമായിട്ട് പുള്ളി ഇത് വെക്കുന്നുമില്ല. വെക്കാതിരുന്നാൽ ഭയങ്കര പ്രശ്നമാകുമല്ലോ. എന്തായാലും വെച്ചേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പാപ്പനോട് അവർ കുറേ പറഞ്ഞു. അവരുടെ മുമ്പിൽ നിന്ന് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി കഴിയുമ്പോഴത്തേനും പുള്ളി ഇതിൻ്റെ അപ്പുറത്തെ പരിപാടികളാണ് കളിക്കുന്നത്. കാരണം അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ അവസ്ഥ അതെയാണ്. ഓരോരോ രോഗാവസ്ഥ കൊണ്ടാണല്ലോ അവരങ്ങനെ ആക്കുന്നത്. അപ്പോൾ പുള്ളി ഒരു തരത്തിൽ ഇങ്ങനെ ബെഡൊക്കെ ചവിട്ടി പൊട്ടിക്കാനൊക്കെ നോക്കും കേട്ടോ. അപ്പഴത്തേനും നമ്മളിങ്ങനെ ചോദിച്ചു, എന്താണ് ഇങ്ങനെ പ്രശ്നമാക്കുന്നത്, നിങ്ങൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, ഇനി എന്താ ചെയ്യാന്നൊക്കെ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പുള്ളി ഇതുവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമോ, എന്തെങ്കിലും ഒരു രോഗം വരുമോ, അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് വരെ ഈ 10 84 വയസ്സിനുള്ളിൽ പുള്ളിക്ക് ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ കയറേണ്ട ഒരു രോഗമല്ല. പനിയോ ഇതോ വന്നാൽ 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് പോകും സാധാരണ പോലെ. അല്ലാണ്ട് ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുവോ കിടക്കുവോ ഒന്നും ഇന്നേ വരെ ചെയ്തിട്ടില്ല ഈ പുള്ളിക്കാരൻ, ഈ അപ്പാപ്പൻ. അപ്പോൾ ആദ്യമായിട്ടാണ് പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. അത് പുള്ളിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ പുള്ളി പറയുന്നത്, എനിക്ക് വീട്ടിൽ പോകണം, ഇങ്ങനെ എനിക്കിതൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം, അവരുടെ ഏത് ബന്ധുവിൻ്റെ കല്യാണത്തിന് പോകണം എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി ഭയങ്കര പ്രശ്നമാക്കുന്നത് കേട്ടോ. അപ്പം അവർ ബൈസ്റ്റാൻഡേഴ്സ് അങ്ങനെ പറഞ്ഞു, അപ്പാപ്പൻ ഇന്ന് വരെ ഇങ്ങനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുക അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളിക്ക് ഭയങ്കര വിഷമം, ഭയങ്കര പ്രശ്നം. പിന്നെ പുള്ളീൻ്റെ ഭാര്യ മരിച്ചിട്ട്
അധികം നാളായിട്ടില്ല. ഒരു 3 4 5 മാസം എങ്ങാണ്ടേ ആയിട്ടുള്ളൂ ഭാര്യ മരിച്ചിട്ട്. ആ ഒരു ഭാര്യ മരിച്ചേ പിന്നെ ആ പുള്ളി ഭയങ്കരമായിട്ട് ഡൗൺ ആയി. ഓരോരോ രോഗങ്ങൾ വരാൻ തുടങ്ങി എന്നൊക്കെയാണ് അവര് പറയുന്നത്. പുള്ളിക്കാരൻ ഭയങ്കര മാനസികമായിട്ട് ഡൗൺ ആയി. എന്നൊക്കെ ഇങ്ങനെ അവരുടെ മക്കള് തന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ പറയുവാണ്. ഉം, എന്താണ് ഇങ്ങനെ അവരുണ്ടായിരുന്ന ഭാര്യ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഈ അപ്പാപ്പൻ ഒരു രാജാവിനെ പോലെയാണ് ജീവിച്ചത്. കാരണം എന്നാ പറയണ്ടേ, നമുക്കറിയാം ഇപ്പത്തെ ഈ ഭർത്താക്കന്മാരെ കുറിച്ചല്ല പറയുന്നത്. പണ്ട് കാലത്തെ ആ ഒരു 10, 84 വയസ്സുള്ള അപ്പാപ്പന്മാരുടെയൊക്കെ കാലത്തെ ഈ ഭർത്താക്കന്മാരെന്ന് പറയുന്ന ആൾക്കാര് അവരുടെ കാര്യം മൊത്തം ഈ ഭാര്യമാരാണ് നോക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും കറക്റ്റ് സമയത്ത് ചായ, അവരുടെ എന്തെങ്കിലും സംഭവങ്ങൾ, എന്തെങ്കിലും ജോലിക്ക് പോകേണ്ട എല്ലാ സാധനങ്ങൾ, ബാഗ്, അല്ലെങ്കിൽ ജോലി സംബന്ധമായ എല്ലാ സാധനങ്ങളും, പിന്നെ അവർക്ക് ഇടാനുള്ള ഡ്രസ്സ് എല്ലാം തേച്ച് മടക്കി അടിപൊളി സെറ്റപ്പാക്കി വെക്കും. എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഭാര്യമാരായിരിക്കും. ഇവരൊന്നും അറിയണ്ട. ഇവരുടെ ഒരു നോട്ടം മതി. ഇവരത്രയ്ക്ക് വലിയ പുള്ളിയായിരിക്കും. ചിലർക്ക് സ്നേഹം കൊണ്ടാണെങ്കിൽ പോലും അവരത്രയും ഭാര്യയുമായിട്ട് ഡിപ്പെൻഡഡ് ആയിരിക്കും. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും ഭാര്യമാരായിരിക്കുമല്ലോ A to Z കാര്യങ്ങൾ ആ ഒരു കാലത്ത്. ഇപ്പോഴത്തെ കാലത്താണ് ചെറുക്കന്മാർ തന്നെ വേണമെങ്കിൽ കുക്ക് ചെയ്യും, തന്നെ തുണി അലക്കും, അവരുടെ കാര്യം അവരവർ തന്നെ നോക്കും. ഇപ്പം പിന്നെ അങ്ങനെയൊക്കെ ആയി. പക്ഷെ ആ ഒരു കാലത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എല്ലാവരും. അപ്പം അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരനുണ്ടായിരുന്നത്. പിന്നെ പുള്ളിയുടെ ഇഷ്ടത്തിനായിരിക്കും. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ അത്രയുള്ള അപ്പാപ്പന്മാരൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. അവരുടെ ഇഷ്ടാനുസരണം എല്ലാം റെഡിയായിരിക്കും. ഭക്ഷണങ്ങൾ, അവരുടെ എല്ലാ കാര്യങ്ങളും ഈ ഭാര്യയായിരിക്കും നോക്കുന്നത്. ഇപ്പോൾ ചിലർക്ക് കറക്റ്റ് ചൂടുവെള്ളം ഉണ്ടെങ്കിലേ അവർ കുടിക്കത്തുള്ളൂ. ചൂടുവെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ. അത് ഇത്ര ചൂട്, അവർക്ക് എന്തോരം ചൂട് വേണം, ഇതൊക്കെ ഭാര്യയ്ക്കായിരിക്കും കറക്റ്റ് അറിയാവുന്നത്. ഈ ഭർത്താവിൻ്റെ മൊത്തം കാര്യങ്ങൾ, സ്വഭാവം, എന്ത് വന്നാൽ ദേഷ്യപ്പെടും, എന്ത് കൊടുത്താലും സന്തോഷമാകും, എല്ലാ സംഭവങ്ങളും ഭാര്യയ്ക്കായിരിക്കും അറിയാവുന്നത്. ചിലപ്പോൾ ഒരു ഭാര്യയായിട്ട് വഴക്ക് കൂടിയാലും ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി അവരോടൊരു ദേഷ്യം വെച്ചാൽ, അവർക്ക് എന്തെങ്കിലും ഒരു തളർച്ച വന്നാൽ, ഭർത്താവിനൊരു തളർച്ച വന്നാൽ അവർ ഒരു ദേഷ്യം വെക്കാണ്ട് അവർക്ക് അത്രയ്ക്കും ഒരു ഇതായിരിക്കും. എല്ലാ ഭാര്യമാരെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. ഈ അപ്പാപ്പൻ്റെ ഭാര്യ അങ്ങനെയായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ പുള്ളിക്ക് ദേഷ്യം വന്ന് 2 തെറി പറഞ്ഞാലും പുള്ളിക്കാരിക്കത്, ഈ അപ്പാപ്പന് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴത്തേനും പുള്ളിക്കാരി അതങ്ങനെ മനസ്സിൽ വെക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അത്രയ്ക്കും കെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭാര്യയായിരുന്നു ഈ അപ്പാപ്പനുണ്ടായിരുന്നത്. അപ്പം അത്രയും നാളും അത്രയും കൊല്ലം അവരൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 10, 18 വയസ്സ്, 10, 20 വയസ്സിൽ കല്യാണം കഴിച്ചായിരിക്കും. അപ്പോൾ ഒരു 10, 84, ഈ അപ്പാപ്പൻ്റെ 84 വയസ്സ് വരെ എന്തായാലും ഒരു 10, 40 കൊല്ലം ഈ അമ്മച്ചി ഭാര്യ കൂടെ ഉണ്ടായിരുന്നായിരിക്കുമല്ലോ. അപ്പം എന്നാ ഇത്രയും നാളും അപ്പാപ്പൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരുന്ന A to Z കാര്യങ്ങൾ കറക്റ്റായിട്ട് കണക്കനുസരിച്ച് കറക്റ്റ് ടൈമിന് നടന്നുകൊണ്ടിരുന്ന സംഭവം പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടാകുമ്പം ഈ പുള്ളിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് കഴിഞ്ഞപ്പിന്നെ ഈ അപ്പാപ്പന് ഭയങ്കര വിഷമം, ഭയങ്കര എന്തോ ഒരു ഇതല്ലായിരുന്നു എന്നാണ് ഈ മക്കൾ പറയുന്നത്. കാരണം മക്കളൊക്കെ ചെയ്തു കൊടുത്താലും ഈ ഭാര്യ ചെയ്യുന്നത് പോലെയൊക്കെ കാര്യങ്ങളൊക്കെ, അപ്പാപ്പൻ്റെ എല്ലാ കാര്യങ്ങളും, ഡ്രസ്സിൻ്റെ കാര്യങ്ങളോ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ചെയ്താലും ഈ ഭാര്യ ചെയ്യുന്ന പോലെ ഈ അപ്പാപ്പനാകുന്നില്ല. അതത്രയും നാളും എന്താ പറയണ്ടേ, ഇപ്പം എന്ത് കാര്യമാണെങ്കിലും ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ, ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു മീൻകറി വെക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ മീൻകറി വെക്കുന്നത്. എല്ലാവർക്കും വ്യത്യസ്തമായ ഒരേ സംഭവം നമ്മൾ പല ആൾക്കാർ ചെയ്താലും ഒരേ കറി, ഒരേ റെസിപ്പി എല്ലാവരും, ഇപ്പം ഞാനും വേറെ 2 പേര് ചെയ്താലും ഈ 3 കറിയും വ്യത്യാസമായിരിക്കും എന്തായാലും. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഭാര്യ ചെയ്ത പോലെ തന്നെ ഈ അപ്പാപ്പൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ മക്കൾ നോക്കിയാലും അതുപോലെ ആകൂല ഒരിക്കലും. ഭാര്യ ചെയ്യുന്നത് പോലെ ആകില്ല. അപ്പോൾ പുള്ളിക്ക് അതൊന്നും പറ്റുന്നില്ല. മക്കൾ ചെയ്യുന്ന പോലെയൊന്നുമല്ല പുള്ളിക്ക് വേണ്ടത്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് ഡൗണായി. ഇപ്പോൾ ഭാര്യ ഒരുമാതിരി രാജാവിനെ പോലെ നോക്കിയ പോലെ ഇപ്പോൾ എല്ലാവരും അങ്ങനെ നോക്കണമെന്നൊന്നുമില്ല. ഓരോരോ കാലം മാറി, സാഹചര്യങ്ങൾ മാറി, ഓരോരുത്തർക്ക് എല്ലാവർക്കും ജോലിക്ക് പോകണം, അങ്ങനത്തെ പരിപാടികളുണ്ട്, മക്കളുണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഭാര്യ ഈ പുള്ളീനെ രാജാവിനെ പോലെ നോക്കിയ പോലെ എന്നാ പറയണ്ടേ, ഈ മക്കള് വേറെ ആരും നോക്കിയിട്ട് പുള്ളിക്ക് ആകുന്നില്ല. അപ്പം അതോടെ തന്നെ പുള്ളി ഭയങ്കരമായിട്ട് ഡൗണായി. ഭയങ്കര പ്രശ്നം. പ്രശ്നം മീൻസ് അങ്ങനെയല്ല, മാനസികമായി പുള്ളി എന്തോ അതിന് മുമ്പുണ്ടായിരുന്നത് പോലെ അല്ല. അപ്പോൾ പിന്നെ ഓരോരോ രോഗങ്ങൾ, വിഷമങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ
പക്ഷേ ഈ ശ്വാസം മുട്ടൽ വന്നത് കൊണ്ടല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഒരിതായിരിക്കും. അപ്പോൾ പുള്ളി അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ കൂടുതലായിട്ട് ശ്വാസം മുട്ടൽ വന്നത്. അപ്പം അവർ പറഞ്ഞത് ഇത്രയും നാളും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നാണ് കേട്ടോ. അപ്പം അങ്ങനെ പുള്ളി ഭയങ്കരമായിട്ട് വയലൻ്റ്. അപ്പം നമുക്കും മനസ്സിലാകും. കാരണം നമ്മുടെ ഇതിലും ഇങ്ങനെയൊക്കെയുള്ള അപ്പാപ്പന്മാർ കാണുമല്ലേ. പെട്ടെന്ന് എന്നാ പറയണ്ടേ, അത്രയും നാളും ഇപ്പം നമ്മുടെ ലൈഫിലാണെങ്കിൽ പോലും നമ്മളെ അത്രയും നമ്മുടെ എന്നാ പറയണ്ടേ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് അവരുടെ വില മനസ്സിലാകത്തുള്ളൂ. കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില മനസ്സിലാകത്തില്ല എന്ന് പറയത്തില്ലേ. അതുപോലെ ഈ ഈ എന്നാ പറയണ്ടേ, ചില ഭാര്യ ഭർത്താക്കന്മാർ ചിലപ്പോൾ അടിയും പിടിയുമായിരിക്കും. വഴക്കാണെങ്കിൽ പോലും അവരൊരിക്കലും എന്നാ പറയണ്ടേ, ഇപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യ ഒരിക്കലും പോവില്ല, അല്ലെങ്കിൽ ഭർത്താവ് ഒരിക്കലും പോവില്ല. അവർ ഒന്ന് വഴക്ക് കൂടി, ഓക്കെ ശരിയായി, പിറ്റേ ദിവസം ശരിയായി, അങ്ങനെ പോകുന്ന ആൾക്കാരില്ലേ. ഇപ്പോൾ ഒന്ന് ഒരു വഴക്ക് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മൊത്തം മിണ്ടാതിരിക്കുന്നവരൊന്നും ഇല്ലല്ലോ. അപ്പം ഈ മിക്ക ഭാര്യമാരും എന്നാ പറയണ്ടേ, ഈ ഭർത്താക്കന്മാർ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും പിന്നെ ഇവരും രണ്ടും തിരിച്ച് പറയുമായിരിക്കും. എന്നും പറഞ്ഞുകൊണ്ട് അവർക്കൊരു വീഴ്ച വരുമ്പം അവർ കൈയും കെട്ടി നോക്കി നിൽക്കുന്നൊന്നുമില്ല. അവരായിരിക്കും, ഈ ഭാര്യയായിരിക്കും, ഈ അടികൂടിയ ഭാര്യയായിരിക്കും ഏറ്റവും കൂടുതൽ ഭർത്താവിൻ്റെ ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പം അത് പലപ്പോഴും ഭർത്താക്കന്മാർക്ക് മനസ്സിലാകത്തില്ല. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറയുന്നത്, ചില ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അവരില്ലാണ്ടാകുമ്പോഴേ നമുക്ക് അവരുടെ വില മനസ്സിലാകത്തുള്ളൂ. ഈ അപ്പാപ്പനും ചിലപ്പം ഈ അമ്മച്ചി ആയിരുന്ന കാലത്ത് ഇതൊന്നും മനസ്സിലായി കാണില്ല. ഇല്ലാണ്ടായപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്. ഇവളെന്നെ ഇത്രയും രാജാവിനെ പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ അവളെ അത്ര എന്നാ പറയണ്ടേ, അവൾക്ക് വേണ്ട രീതിയിൽ മൈൻഡാക്കിയില്ല. അല്ലെങ്കിൽ ഇപ്പോഴാണ് പുള്ളിക്ക് ആ ഒരു ഇത് മനസ്സിലാകുന്നത് ഇല്ലാണ്ടായപ്പോൾ. കാരണം അതുപോലെ പുള്ളീനെ ആരും നോക്കുന്നില്ല. അത്രയും എന്താണ് ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച ഒരാളായിരുന്നു ഈ അപ്പാപ്പൻ എന്ന് പറയുന്ന ആള്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് ഭയങ്കര പാഠം പഠിക്കാനുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ മനസ്സിലായി, ശരിയാണ്. അല്ലേ, ഇപ്പോൾ ഉള്ള ഭർത്താക്കന്മാർ ആണ് ഇങ്ങനെ സ്വന്തം കാര്യം അവരവർ തന്നെ നോക്കുന്നതും ഇങ്ങനെയൊക്കെ. പെട്ടെന്ന് ഇത്രയും നാൾ നമ്മുടെ ലൈഫിലുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാണ്ടാകുക എന്ന് പറയുമ്പം എല്ലാവർക്കും അത് ഒരുപോലെ എന്താ പറയണ്ടേ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്തായാലും ഈ അപ്പാപ്പൻ കുറച്ചധികം നാൾ ഇതേ ബൈപ്പാപ്പിൽ കടന്നു കേട്ടോ. ഇത് മാറ്റാൻ പറ്റാണ്ട് പുള്ളി ആദ്യമൊക്കെ ഭയങ്കര വയലൻ്റ് ആയെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് മാറ്റാൻ പറ്റണ്ടേ നമുക്ക്. അതുപോലെ പുള്ളി കഷ്ടപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും വിഷമം തോന്നി. കാരണം ഇതൊട്ട് മാറ്റാനും പറ്റത്തില്ല, വെക്കാതിരിക്കാനും പറ്റത്തില്ല. വെക്കാനും പറ്റത്തില്ല, എന്താ പറയണ്ടേ, രണ്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. വെക്കാനും പറ്റത്തില്ല, വെക്കുമ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് പുള്ളിക്ക്, വെക്കാതിരിക്കുമ്പോഴും അതേപോലെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ പുള്ളി കുറേ കഷ്ടപ്പെട്ടു ആ പൈപ്പാപ്പും വെച്ചിട്ട്. എന്തായാലും പുള്ളി മരിച്ചുപോയി കേട്ടോ. എന്താ പറയണ്ടേ, ആദ്യമൊക്കെ ഭയങ്കര വയലൻ്റായിട്ട് ഇതായെങ്കിലും പിന്നെ പുള്ളിക്ക് തന്നെ മനസ്സിലായി ഇതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ മാസ്ക് എന്ന് പറയുന്ന സംഭവം നമ്മൾ കുറച്ച് നേരം ദൂരെ വെച്ച് നോക്കുമ്പോഴത്തേനും പുള്ളി ഭയങ്കരമായിട്ട് എന്താ പറയണ്ടേ, ശ്വാസം മുട്ടൽ ആയിട്ട് പുള്ളി തന്നെ പറയും, ആ മാസ്ക് വെക്കുക എന്ന് പറയും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പുള്ളി ആയായിരുന്നു. ഭയങ്കരമായിട്ട് പുള്ളി കഷ്ടപ്പെട്ടു. കുറച്ചധികം ദിവസം കടന്നിട്ടാണ് ഇങ്ങനെ ഈ ബൈപ്പാപ്പുമായി കടന്നിട്ടാണ് പുള്ളിക്കാരൻ മരിച്ചു പോകുന്നത് കേട്ടോ. അപ്പം എന്താ പറയണ്ടേ, നമുക്ക് ഇങ്ങനെയുള്ള ചില എക്സ്പീരിയൻസ് ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പം എന്താണ് നമുക്കും നമ്മളും മനുഷ്യരാണ്, നമുക്കും വിഷമം തോന്നും. കാരണം ഓരോരുത്തരുടെ ലൈഫ് അറിയുമ്പോഴാണ് നമുക്ക് അല്ലേ, എന്നാ പറയണ്ടേ, നമുക്ക് അവരോടൊരു ഇത് തോന്നും. എന്നാ പറയണ്ടേ, അങ്ങനെ തന്നെയാണ് കുറേ പേരുണ്ട് അങ്ങനെ പണ്ടത്തെ ആൾക്കാർ. ഇപ്പം അധികം ആൾക്കാരൊന്നും അങ്ങനെ ഇല്ല. ചില പേഷ്യൻസ് മരിക്കുമ്പം ചില പേഷ്യൻസ് എന്നല്ല, എല്ലാവരും മരിക്കുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ്. എന്നാലും ചില പേഷ്യൻസ് നമ്മളായിട്ട് കുറച്ച് എന്നാ പറയണ്ടേ, ഇതാകും. അവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ അറിയുമ്പോൾ നമുക്ക് ഒരു വിഷമം കൂടുതൽ തോന്നും കേട്ടോ. അതുപോലെയായിരുന്നു ഈ അപ്പാപ്പനും. വന്നപ്പം ഭയങ്കര വയലൻ്റ് ആയിരുന്നു. പക്ഷെ പുള്ളി അവസാനം മരിക്കുന്നത് വരെ ബോധം പോകുക അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഫുൾ ബോധം ഉണ്ടായിരുന്നു പുള്ളിക്കാരന്. സംസാരിച്ചുകൊണ്ടിരുന്ന തൊട്ട് ഒരു സെക്കൻഡ് മുമ്പ് വരെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. പെട്ടെന്ന് പുള്ളിന് ഇതാവുമായിരുന്നു. അപ്പം ഇതൊക്കെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു എന്നാ പറയണ്ടേ ഇതുണ്ട്.
അതുപോലെ തന്നെ വേറൊരു അപ്പാപ്പനുണ്ടായിരുന്നു കേട്ടോ. ഭാര്യയായിട്ട് ഭയങ്കര വഴക്ക് ആയിരുന്നു. ഉം, ആയ കാലത്ത്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അടി, പിടി, ഉം, തല്ലുകയും ചവിട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അപ്പാപ്പനാണ് കെട്ടിയോളെ. പക്ഷെ കെട്ടിയോൾ ഇങ്ങനെ നിന്ന് കൊള്ളുക, വീണ്ടും ഈ അപ്പാപ്പൻ്റെ കാര്യം നോക്കുക. അങ്ങനെ കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ. എത്ര അടി കൊണ്ടെന്ന് പറഞ്ഞാലും ഇവരെ വിട്ടു പോകത്തില്ല അവർ. അങ്ങനെയുള്ള ഒരു അമ്മച്ചിയായിരുന്നു പുള്ളിക്കാരി. അപ്പം ഈ അപ്പാപ്പൻ എന്നും കള്ള് കുടിച്ച് വരുന്നു, പുള്ളിക്കാരിനെ എടുത്തിട്ട് അടിക്കുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും പിറ്റേ ദിവസവും ഇത് തന്നെ. ഇങ്ങനെ ഈ അമ്മച്ചി ഇതൊക്കെ സഹിച്ച് കുറേ കൊല്ലം ജീവിച്ച് ലാസ്റ്റ് അപ്പാപ്പൻ ഇതേപോലെ ഒരവസ്ഥയിൽ ആശുപത്രിയിലായി. അന്നേരമാണ് പുള്ളിക്ക് ബോധം തെളിയുന്നത്. കാരണം ആ ഒരവസ്ഥയിൽ പുള്ളിയായി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പുള്ളിയായി. ഈ അന്നേരവും ഈ അമ്മച്ചിയാണ് ഈ പുള്ളീൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഈ കെട്ടിയോളാണ് ഈ അടിച്ച് എല്ലാ ദിവസവും അടിച്ച് നടുവൊടിച്ച ഈ കെട്ടിയോൾ മാത്രമേ ഈ പുള്ളിക്കുള്ളൂ. വേറെ ഒരു മനുഷ്യരെ ഈ പുള്ളീനെ തിരിഞ്ഞു പോകില്ല. ഈ പുള്ളീൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ. എന്നാ പറയണ്ടേ, അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് എന്തെങ്കിലും അങ്ങോട്ടെന്തെങ്കിലും കാണിച്ചാലല്ലേ അവർ തിരിച്ചും ഇങ്ങോട്ട് കാണിക്കുകയുള്ളൂ. അപ്പോൾ ഈ പുള്ളി മറ്റുള്ളവരോടും അങ്ങനെയായിരുന്നു. ആരോടും ഒരു സഹകരണവും ഇല്ല. അങ്ങനെ ജീവിച്ചിട്ട് ലാസ്റ്റ് അവസാനം ആവശ്യം വരുമ്പോൾ മാത്രം ആരെങ്കിലും വരണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? അപ്പം ആരും മൈൻഡാക്കിയില്ല. അത്രയ്ക്കും ഇങ്ങനെ കള്ളും കുടിച്ച് തോന്നിവാസം കാണിച്ച് നടന്നിരുന്ന ഒരു പുള്ളിയാണ് ആ പാപ്പൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഭാര്യേനെ ആണെങ്കിലും ഭാര്യേൻ്റെ ജീവിതമേ ഈ പുള്ളി തകർത്തു. അന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ പുള്ളി എല്ലാം ഡെയിലി കള്ള് കുടിക്കുന്നു, വീട്ടിൽ വരുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, പിള്ളേരുടെ കാര്യം നോക്കുന്നില്ല. അങ്ങനെ ജീവിച്ച് ഈ അമ്മച്ചീൻ്റെ ലൈഫേ പോയി. മക്കളുടെ ലൈഫും ഈ പുള്ളിക്കാരൻ കുറേയധികം തകർത്തു എന്ന് പറയും. അപ്പം അങ്ങനെയായിരുന്നിട്ട് പോലും ഈ അമ്മച്ചി ഈ പുള്ളീനെ വിട്ടിട്ട് പോയില്ല. അങ്ങനെ വേറെ പെണ്ണുങ്ങൾ വല്ലതും കാണുമോയെന്ന് എനിക്കറിയത്തില്ല. വിരലിലെണ്ണാവുന്ന പെണ്ണുങ്ങളെ ഇതൊക്കെ സഹിച്ച് ജീവിതകാലം മൊത്തം ഈ പുള്ളീൻ്റെ ഇതുപോലെയുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പം ആ പുള്ളിക്കാരി എന്തായാലും ഈ പുള്ളിക്കാരനെ വിട്ടു പോയില്ല. ലാസ്റ്റ് ഇങ്ങനെ എന്നാ പറയണ്ടേ, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെ എന്നാ പറയണ്ടേ, ജീവശവമായിട്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ ഈ പുള്ളി ആയപ്പോഴാണ് പുള്ളിക്ക് ഭാര്യേൻ്റെ വില മനസ്സിലാവുന്നത്. ഭാര്യ എന്തായിരുന്നു എന്ന് പുള്ളിക്ക് അന്നേരമാണ് മനസ്സിലാവുന്നത്. അന്നേരം മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം? പുള്ളി എന്തായാലും ഇനിയൊന്നും പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. അന്നേരം പുള്ളി ഭാര്യേൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ എന്ത് കാര്യം അല്ലേ? ആ ഭാര്യേൻ്റെ ജീവിതമേ ഈ പുള്ളിക്കാരൻ നശിപ്പിച്ചു. അങ്ങനെയാണ് ചിലർക്ക് ബോധോദയം വരുന്നത് ലാസ്റ്റ് സമയത്താണ്. അന്നേരം ബോധോദയം വന്നിട്ട് വല്ല കാര്യമുണ്ട്? ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പല പല കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും, പലതും പഠിക്കാൻ പറ്റും. അത് നമുക്ക് ഭയങ്കര നമ്മുടെ ലൈഫിൽ തന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് നമ്മളെ കണ്ണ് തുറപ്പിക്കുന്ന പല സംഭവങ്ങളും നമുക്ക് ഇതുപോലുള്ള പേഷ്യൻസിലൂടെ, ഇതുപോലുള്ള ആൾക്കാരിലൂടെയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം പറഞ്ഞ് പറഞ്ഞ് കുറച്ചധികമായെന്ന് തോന്നുന്നു. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.